പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഏവർക്കും നമസ്കാരം. വേൾഡ് കപ്പ് ഫുട്ബോൾ അതിൻ്റെ എല്ലാ ആവേശത്തോടും കൂടി അതിൻ്റെ പരിസമാപ്തിയിലേക്ക് വരികയാണ്. നമ്മൾ ഒന്ന് രണ്ട് നിരീക്ഷണങ്ങൾ നേരത്തെ കണ്ടിരുന്നു, ഒന്ന് രണ്ട് വീഡിയോ ഞാൻ ചെയ്തിരുന്നു. പിന്നീട് മറ്റ് ചില വിഷയങ്ങളിലേക്ക് നമ്മൾ പോയി. കളിയുടെ ഏകദേശം അവസാന ഭാഗത്തേക്ക് വരട്ടെ എന്നുള്ളൊരു ധാരണയുമായിരുന്നു. ഇപ്പോൾ സെമി മത്സരങ്ങൾ നടക്കുകയാണ്. ഈ കഴിഞ്ഞ മത്സരവും സെമിയിലെ ഫ്രാൻസും സ്പെയിനും തമ്മിലുള്ള സെമി മത്സരം ഞാൻ കാണുകയുണ്ടായി. ശരിക്കു പറഞ്ഞാൽ ഫ്രാൻസിൻ്റെയും സ്പെയിനിൻ്റെയും ഒന്നാം തരം കളിയാണ് നടന്നത്. ഞാൻ മനസ്സുകൊണ്ട് സ്പെയിൻ ജയിക്കണമെന്ന് ആഗ്രഹിച്ചതാണ്. ഫ്രാൻസിൻ്റെ ആരാധകർ എന്നോട് ക്ഷമിക്കുക. കാരണം കഴിഞ്ഞ തവണ കപ്പ് നേടിയവരുമാണ് ഫ്രാൻസ്. അതുമാത്രമല്ല, സ്പെയിനിൻ്റെ കളി കുറേ കൂടെ മനോഹരമായ, കാണാൻ ദൃശ്യഭംഗിയുള്ളൊരു കളിയുമാണ്. ഞാൻ പലപ്പോഴും നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതുപോലെ ഫുട്ബോളിൻ്റെ അതിൻ്റെ നിയമങ്ങളുടെ അടിസ്ഥാനത്തിലല്ലാതെ ഒരു കവിത പോലെ മനോഹരമായി, അല്ലെങ്കിൽ ഒരു നൃത്തം പോലെ, അതുമല്ലെങ്കിൽ ഒരു സാന്ദ്രമധുരമായ ഒരു ഗാനം പോലെ ഫുട്ബോളിനെ ആസ്വദിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെയാണ് അർജൻറ്റീനയെയും സ്പെയിനിനെയും ബ്രസീലിനെയും ഒക്കെ ഞാൻ ജർമ്മനിയെയും ഫ്രാൻസിനേക്കാൾ കൂടുതൽ ഇഷ്ടപ്പെടുകയും ചെയ്യുന്നു. ഏതായാലും കളിയിൽ മികച്ച കളിയാണ് പുറത്തെടുത്തത്. ശരിക്കും എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഫ്രാൻസിനെ പോലെ ഒരു മികച്ച ഉജ്ജ്വലമായ ഒരു ടീമിനെതിരെ അല്ലായിരുന്നുവെങ്കിൽ ഒരു 3-4 ഗോളെങ്കിലും സ്പെയിൻ അടിച്ചു പോകേണ്ടതായിരുന്നു. ഫ്രാൻസിൻ്റെ കളി കാണുമ്പോൾ വേഗതയുടെ രാജകുമാരനായിട്ടുള്ള കിലിയൻ എംബാപ്പയുടെ മിന്നൽ കുതിപ്പുകൾ നമുക്ക് മറക്കാൻ പറ്റുന്നില്ല. പക്ഷെ ഞാൻ പലപ്പോഴും എംബാപ്പയുടെ ഈ താരപ്രഭയിൽ മുങ്ങിപ്പോകുന്ന ഒരു കളിക്കാരുണ്ട്, മൈക്കൽ ഒലീസെ എന്ന് പറയുന്ന. അവരുടെ കളി മെനയുന്ന ഇവരുടെ ബുദ്ധി കേന്ദ്രമാണ്. അപ്പോൾ ഒലീസയുടെ പാസുകളില്ലെങ്കിൽ ശരിക്കും പറഞ്ഞാൽ എംബാപ്പയെ ഗോളടിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അതുപോലെ തന്നെ ബാർക്കോളയുടെ കളി, എന്തൊരു സ്പീഡാണ് ആ കൊച്ചു മിടുക്കൻ പയ്യന്. കുത്തിച്ചൊരു മുയൽ കുഞ്ഞിനെ പോലെ ഇങ്ങനെ കുത്തിച്ചു പായുന്ന ബാർക്കോളയുടെ ആ കളിയുടെ ഒരു ഭംഗി. പിന്നെ കളി മെനയാനും കളി കയ്യിലെടുത്ത് മുന്നോട്ട് പോകാനും ഗോൾ അടിക്കാനും കളി ജയിപ്പിക്കാനും ഒരുപോലെ മിടുക്കനായിട്ടുള്ള ഒസ്മാൻ ഡെമ്പലയുടെ കഴിഞ്ഞ 2 കളികൾ നിങ്ങൾ കണ്ടതാണ്. പിന്നെ നമ്മുടെ സാക്ഷാൽ എംബാപ്പെ. ഇങ്ങനെ ഈ 3-4 കളിക്കാരെ വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. അവരെ വേണ്ടവണ്ണം ശ്രദ്ധിക്കുകയും അവരെ കൈകാര്യം ചെയ്യുകയും ചെയ്തതുകൊണ്ട് തന്നെയാണ് സ്പെയിൻ ഈ കളി ജയിക്കാൻ കഴിഞ്ഞതെന്നാണ് എനിക്ക് തോന്നുന്നത്. സ്പെയിനിൽ കൂടുതൽ പേരെ നമ്മളങ്ങനെ എടുത്ത് പറയാൻ നോക്കുന്നില്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ശോഭിച്ച് നിൽക്കുന്നത് നമ്മുടെ ഒരു കൊച്ചു, പിന്നെ നമ്മുടെ കണ്ണിലെ ഒരു പയ്യനായിട്ടുള്ള 10-16 വയസ്സുള്ള ഒരു പയ്യനാണ് ലെമിൻ യമാൽ എന്ന് പറയുന്നത്. ഒരു അത്ഭുത ബാലനാണ്. ട്രിബിളിങ്ങിൻ്റെ ഒരു വശ്യമാന്ത്രികതയും മാസ്മരികതയും നമ്മുടെ ആ ബ്രസീലിയൻ കളിക്കാരെയൊക്കെ അനുസ്മരിപ്പിക്കുന്ന തരത്തിലുള്ള മികച്ച ട്രിബിളിങ്. റൈറ്റ് വിങ്ങിൽ സെൻട്രൽ ഫ്രണ്ടിൽ കളിച്ചു പോകുന്ന ആളാണ് ലമാൽ. അതുപോലെ തന്നെ സബാലിൻ്റെ കളി മികവ്, ബയന, ഓൽമോ തുടങ്ങിയിട്ടുള്ള കളിക്കാർ, ഒരു 3-4 കളിക്കാരാണ്. അവരൊന്നും അത്ര താരപ്രഭയോടെ തിളങ്ങി നിൽക്കുന്നവരൊന്നുമല്ല. ഇവരുടെ 3 പേരോടെ ചേർന്നിട്ട് മികച്ച അവസരങ്ങൾ സൃഷ്ടിച്ചിട്ട് ലമീൻ യമാലിൻ്റെ അടുക്കൽ പന്തെത്തിക്കുകയും അത് അവസാനം ഗോളടി മികവിലേക്ക് പോവുകയും ചെയ്യുന്ന ഒരു വലിയ കൂട്ടായ്മയാണ്. ഞാൻ പഴയ ആൻഡ്രേ ഇനിയേസ്റ്റയെയും പിന്നെ നമ്മുടെ റൗൾ ഗോൺസാലസിനെയും ഒക്കെ ഓർത്തു പോവുകയാണ്. പഴയ തലമുറയിലെ മിടുക്കന്മാരാണ് അവരൊക്കെ. അപ്പോൾ സ്പെയിൻ നല്ല പോലെ കളിച്ചു എന്ന് പറയാതിരിക്കാൻ പറ്റത്തില്ല. നന്നായിട്ട് കളിച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു ഫലമായിട്ടാണ്. പിന്നെ ഫ്രാൻസിൻ്റെ ചില പിഴവുകൾ, ഇപ്പോൾ ദിദിയ ദഷാം വളരെ സങ്കടത്തോടുകൂടി ഇരിക്കുകയായിരുന്നു. അവരുടെ കോച്ച് നേരത്തെ ക്യാപ്റ്റനായിട്ട് കിരീടം ഉയർത്തിയ ആളാണ്. കഴിഞ്ഞ തവണ പിന്നെ ചുണ്ടിനും കപ്പിനും ഇടയിൽ നഷ്ടപ്പെട്ടു പോയതുപോലെ അർജന്റീനയുടെ മുമ്പിൽ കീഴടങ്ങിപ്പോയാണ്. ഫൈനലിൽ എംബാപ്പെ 3 ഗോളടിക്കുകയും ചെയ്തു. എങ്കിലും ദഷാമിൻ്റെ മുഖം കണ്ടപ്പോൾ എനിക്കൊരു വിഷമം തോന്നാതിരുന്നില്ല. സാരമില്ല, ദഷാം ഇപ്പോൾ 2 തവണ കളിക്കാരനായിട്ടും കോച്ചായിട്ടും കപ്പ് നേടിക്കഴിഞ്ഞതാണ്. അപ്പോൾ എന്തായാലും ഫ്രാൻസിനെ നമ്മൾ ഒട്ടും വില കുറച്ച് കാണുന്നില്ല. പക്ഷേ ഫ്രാൻസിൻ്റെ ദൗർബല്യങ്ങളെ മികച്ച രീതിയിൽ മുതലാക്കുന്നതിന് സ്പെയിനിന് കഴിഞ്ഞു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് അവരെ കീഴ്പ്പെടുത്താനായത്. അവർ എംബാപ്പയ്ക്ക് ഒന്നും ഗോൾ കൊടുത്തത്. ഞാൻ ബോൾ പൊസഷൻ ശ്രദ്ധിച്ചപ്പോൾ എനിക്ക് തോന്നുന്നത് ഒരു 60% സ്പെയിൻ്റെ കൈവശമായിരിക്കണം. കാരണം ഫ്രാൻസിനെ ബോൾ തൊടാൻ അവർ സമ്മതിച്ചില്ല.
അവരുടെ കയ്യിൽ ടിക്കറ്റാക്കായി മാത്രമല്ല, ടിക്കറ്റാക്കായൊക്കെ അവർ ഇടയ്ക്ക് വിട്ടിട്ട് നല്ല ഉജ്ജ്വലമായ ആക്രമണ ഫുട്ബോൾ കളിക്കുകയും എല്ലാം ചെയ്തുകൊണ്ട് സ്പെയിൻ ശരിക്കും കളം അടക്കി വാഴുകയാണ് ചെയ്തത്. അങ്ങനെയാണ് അവർ രണ്ട്. അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞ അത് പൂർത്തീകരിക്കാൻ ഇടയ്ക്കൊന്ന് മാറിപ്പോയതാണ്. പിന്നെ ചോദിച്ചു വാങ്ങിയ ഒരു പെനാൽറ്റിയാണ് ഫ്രാൻസ്. കാരണം വെറുതെ യമാലിനെ ചെന്ന് ഫൗൾ ചെയ്ത് തട്ടി താഴെ കളഞ്ഞ് അങ്ങനെ ഒരു ചോദിച്ചു വാങ്ങിയ ഒരു പെനാൽറ്റിയൊക്കെ കൊണ്ട് എന്തായാലും കഴിഞ്ഞ ദിവസം ഈ ഫ്രാൻസിൻ്റേതല്ലായിരുന്നു എന്ന് കരുതാം. ഇനിയിപ്പോൾ രണ്ടാമത്തെ സെമി നമുക്ക് അർജൻറ്റീനയും ഇംഗ്ലണ്ടുമാണ് കളിക്ക് നേർക്കുനേർ വരുന്നത്. അർജൻറ്റീനയെക്കുറിച്ച് എല്ലാവർക്കും അറിയാവുന്ന, പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ല. സാക്ഷാൽ ലയണൽ മെസ്സി നയിക്കുന്ന മെസ്സി അവരുടെ ബുദ്ധി കേന്ദ്രമാണ്, ക്യാപ്റ്റനാണ്, കളി അഴകിൻ്റെ തമ്പുരാനാണ്, ഒന്നാം തരം ഡ്രിബ്ലിംഗ് മികവ്, പാസ്, ഫിനിഷറാണ്. ഫോർവേഡായിട്ടും സെൻട്രലിൽ കളിക്കുന്നതിനായാലും മിഡ്ഫീൽഡായിട്ടായാലും എവിടെയായാലും കളിക്കാവുന്ന ഇത്രയും മോസ്റ്റ് ഫിറ്റിംഗ് ആയിട്ടുള്ള ഒരു കളിക്കാരൻ ഞാൻ അത്യപൂർവ്വം കണ്ടിട്ടുണ്ട്. എല്ലാ പൊസിഷനിലും നേരത്തെ മാറഡോണയുടെ ഒക്കെ ശൈലി പോലെ എല്ലാ രംഗത്തും ഇറങ്ങി കളിക്കാവുന്ന ഒന്നാം തരമായി മിഡ്ഫീൽഡ് കളി, അതുപോലെ തന്നെ ഫോർവേഡായി മാറുകയും ചെയ്യുന്ന മെസ്സിയെ ആർക്ക് പിന്നെ എങ്ങനെ നമുക്ക് മെസ്സിയെ മാറ്റി നിർത്താൻ പറ്റും, അല്ലെങ്കിൽ മെസ്സിയെക്കുറിച്ച് പറയാതിരിക്കാൻ പറ്റും? ഇപ്പോൾ ഇംഗ്ലണ്ടിൻ്റെ ഏറ്റവും വലിയൊരു തലവേദനയാകാൻ പോകുന്നത് മെസ്സിയെ പിടിച്ച് കെട്ടുക എന്നുള്ളതാണ്. മെസ്സി മാത്രമല്ല, ലൗറ്റാരോ മാർട്ടിനസ് എന്ന് പറയുന്ന ഒരു മിടുക്കൻ ഒരു ചെറുപ്പക്കാരനുണ്ട്. അവൻ്റെ ഓട്ടം അതുപോലെ തന്നെ ഗോളടി മികവും പ്രത്യേകം എടുത്ത് പറയേണ്ടതാണ്. പിന്നെ അവരുടെ ഏറ്റവും വലിയൊരു പ്ലസ് പോയിൻ്റായിട്ട് എനിക്ക് തോന്നുന്നത് അവരുടെ പിന്നെ ഗോളിയായ എമിലിയോ മാർട്ടിനസ്. അയാളും അതീവ മിടുക്കനായ ഒരു ഗോളിയാണ്. അപ്പോൾ അവരുടെ ആ കഴിവും പിന്നെ മറ്റ് കളിക്കാർ ആരും അത്ര മോശക്കാരൊന്നുമല്ല. ഇടയ്ക്ക് പിന്നെ ബാക്കിൽ കളിക്കുന്നവരായാലും മിഡ്ഫീൽഡിലായാലും ഫോർവേഡുകളും റൈറ്റിലും ലെഫ്റ്റിലും കളിക്കുന്നവരും എല്ലാം നല്ല മിടുക്കന്മാരാണ്. അങ്ങനെ സാമാന്യേന ഒത്തിണക്കമുള്ള ഒരു മികച്ച ക്യാപ്റ്റൻ എന്ന് പറയുന്ന ഉജ്ജ്വലനായ ഒരു ക്യാപ്റ്റൻ്റെ നേതൃത്വത്തിൽ അർജൻറ്റീന വളരെ ശക്തരാണ്. അവരെ നമുക്കങ്ങനെ ഒട്ടും പിന്നെ മാറ്റി നിർത്താനേ പറ്റുന്ന ഒരു ഇതല്ല. നല്ല കളിയാണ്. ആദ്യമൊക്കെ ഒന്ന് പരിങ്ങി നിന്നെങ്കിൽ അർജൻറ്റീന കളി മികവ് കൊണ്ട് കൂടുതൽ തിളങ്ങി വരികയാണ്. അടുത്തത് ഇംഗ്ലണ്ടാണ്. ഇംഗ്ലണ്ട് ഹാരി കെയ്ൻ്റെ നേതൃത്വത്തിലാണ് ഇറങ്ങുന്നത്. ഹാരി നല്ല ഒന്നാം തരം ഫിനിഷറാണ്, ക്യാപ്റ്റനാണ്, നല്ല മുന്നിൽ നിന്ന് നയിക്കാൻ കെപ്പുള്ള ക്യാപ്റ്റൻ തന്നെയാണ് ഹാരി കെയ്ൻ. പിന്നെ അവരുടെ സാക്ക നല്ല മിടുക്കനാണ്. സാക്കായുടെ പല ഇടപെടലുകളും കുതിപ്പുകളും ഞാൻ പ്രത്യേകം ശ്രദ്ധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഗോർഡനും പിന്നെ ഒക്കെ ചേരുമ്പോൾ ഇംഗ്ലണ്ട് കൂടുതൽ വളരെ കരുത്താർജിച്ച ഒരു ടീമാണെന്ന് പറയാതിരിക്കാൻ പറ്റത്തില്ല. പിന്നെ പക്ഷേ ഇവരെക്കാളൊക്കെ എനിക്ക് തോന്നുന്നത് ഇംഗ്ലണ്ടിൻ്റെ കളിയുടെ മേന്മ നിർണ്ണയിക്കാൻ പോകുന്നത് ജൂഡ് ബെല്ലിംഗ്ഹാം എന്ന് പറയുന്ന ആ മിടുമിടുക്കനായിരിക്കും. ഞാൻ കഴിഞ്ഞ കളിയിൽ ബെല്ലിംഗ്ഹാമിൻ്റെ മുന്നേറ്റവും അയാളുടെ ഗോൾ ദാഹവും കളം നിറഞ്ഞ് ഒന്നാം തരമായി മൈതാനത്തെ അടക്കി വാഴുന്ന കളിയും അതോടൊപ്പം മികച്ച ആത്മവിശ്വാസവും. എന്തൊരു ആത്മവിശ്വാസമാണ് ജൂഡ് ബെല്ലിംഗ്ഹാമിന്. ഹാരി കെയ്ന് ഗോൾ അടിച്ചില്ലേ, വേണ്ട ഞാൻ അടിച്ചോളാം എന്ന രീതിയിൽ ഇങ്ങനെ തുടിച്ച് നിൽക്കുകയാണ്. അങ്ങനെ സാക്കായും ഗോർഡനും ഹാരി കെയ്നും ജൂഡ് ബെല്ലിംഗ്ഹാമും ചേരുന്ന ഇംഗ്ലണ്ടിനെ ഒട്ടും നമുക്ക് കുറച്ച് കാണാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഇവരിൽ ആരാണ് മുന്നോട്ട് വരുന്നത് എന്ന് എനിക്ക് തോന്നുന്നു. ഞാനൊരു ഒരു 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 മാർക്ക് അർജൻറ്റീനയ്ക്ക് അധികം കൊടുക്കുക, അല്ലെങ്കിൽ ഒരു 2 മാർക്ക്, 52-ഉം 48-ഉം എന്ന് വേണമെങ്കിൽ പറയാമെന്നുള്ള രീതിയിലാണ്. കാരണം ഒരു അല്പബന്ധുക്കം വേണേൽ മെസ്സിയുടെ ഇതുകൊണ്ട് അർജൻറ്റീനയ്ക്ക് കൊടുക്കാമെങ്കിലും ഇംഗ്ലണ്ട് ഒട്ടും മോശമല്ല. അപ്പോൾ അവിടെ നമുക്ക് ഒരു പ്രവചന സ്വഭാവത്തിൽ പറഞ്ഞ് ചിലപ്പോൾ അർജൻറ്റീന കടന്നു വന്നേക്കാം എന്നേ പറയാനൊക്കത്തുള്ളൂ. പിന്നീട് അർജൻറ്റീനയും സ്പെയിനും തമ്മിലാണ് ഫൈനൽ വരുന്നതെങ്കിൽ, അങ്ങനെ സങ്കല്പിക്കുകയാണെങ്കിൽ, അർജൻറ്റീനയ്ക്ക് നിലവിലുള്ള ചാമ്പ്യന്മാരായതുകൊണ്ട് സമ്മർദ്ദം ഒത്തിരി കുറവാണ്. പക്ഷേ സ്പെയിൻ അങ്ങേയറ്റം ഒത്തിണക്കമുള്ള ടീമുമാണ്. മാത്രമല്ല മെസ്സിയെ പിടിച്ചു കെട്ടാനുള്ള സർവ്വവിധമായ തന്ത്രങ്ങളും എല്ലാ തരത്തിലുള്ള ഹോംവർക്കുകളും ചെയ്തിട്ടേ അവർ വരാൻ സാധ്യതയുള്ളൂ. അത്രമേൽ നമുക്ക് മനസ്സിലാക്കണം. അപ്പം പക്ഷേ പിന്നെ സമ്മർദ്ദം കുറവുണ്ടെന്ന് പറഞ്ഞാൽ ഒരു തവണ കപ്പ് കയ്യിലിരിക്കുന്നത് കൊണ്ടുള്ള എൻ്റെ ഒരു ആലസ്യം അർജൻറ്റീനയ്ക്ക് ഉണ്ട് താൻ. അങ്ങനെ വന്നാൽ ഇന്നത്തെ കളി മികവും ഈ രീതിയിലുള്ള പോക്കും ഒക്കെ ആണെന്നുണ്ടെങ്കിൽ സ്പെയിൻ കപ്പടിക്കാനുള്ള ഒരു സാധ്യത ഞാൻ കാണുന്നുണ്ട്.
ഒരു വേള അർജൻറ്റീനയ്ക്കും സാധ്യതയില്ലെന്നല്ല, പക്ഷേ എൻ്റെ ഒരു നിരീക്ഷണത്തിൽ അർജൻറ്റീനയാണ് ഫൈനലിലേക്ക് സ്പെയിനോടൊപ്പം വരുന്നതെങ്കിൽ സ്പെയിൻ കപ്പടിക്കാനുള്ളൊരു സാധ്യത ഞാൻ കാണുന്നുണ്ട്. അതല്ല, അർജൻറ്റീനയെ ഇംഗ്ലണ്ട് വീഴ്ത്തിയാൽ ഇംഗ്ലണ്ടിനെ വീഴ്ത്താനുള്ള കരുക്കളും സ്പെയിൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ എങ്ങനെ നോക്കിയാലും ഒന്നാം സ്ഥാനത്ത് സ്പെയിൻ എന്ന് പറയേണ്ട ഒരു സാഹചര്യമുണ്ട്. ഇംഗ്ലണ്ട് മികച്ച കളിക്കാർ തന്നെയാണ്, അത് പറയാനൊക്കെ. ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിട്ടുള്ള സാക്കയും ഗോർഡനും ഹാരി കെയ്നും അതുപോലെ ജൂഡ് ബെല്ലിംഗ്ഹാമും ഇറങ്ങിയാൽ അർജൻറ്റീന എല്ലാ ആരെയും കൈകാര്യം ചെയ്യാൻ അവർക്ക് കഴിവുണ്ട്. പഴയ തലമുറയിൽപ്പെട്ട ഗാരി ലിനേക്കറെയും വെയിൻ റൂണിയെയും അതുപോലെ തന്നെ മൈക്കൽ ഓവനെയും ഡേവിഡ് ബെക്കാമിനെയും ഒക്കെ ഞാൻ ഓർക്കുകയാണ്. അവരെ പോലെയുള്ള പ്രതിഭാധനന്മാർ നിറഞ്ഞാടിയ ഒരു വേദിയാണ് ഇപ്പം ഹാരി കെയ്ൻ തോളിലേറ്റിക്കൊണ്ട് പോകുന്നത്. മൈക്കൽ ഓവൻ്റെ ഒരു പഴയ ഗോളൊക്കെ ഇപ്പോഴും ഞാൻ ഉൾപ്പുളകത്തോടു കൂടിയാണ് കണ്ട് ഇരിക്കുന്നത്. ഏതായാലും പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ ഏതാണ്ട് 1.5 മാസമായിട്ട് ഞാൻ രാത്രി 12:30-ക്കല്ല, 1:30-ക്കല്ല, 2:30-ക്കല്ല, ഏത് പാരാത്രിക്കാന്ന് പറഞ്ഞാലും നമ്മുടെ അലാം വെച്ച് എഴുന്നേറ്റിരുന്ന് കളി കാണുന്ന ശീലം 1986 മുതൽ എൻ്റെ ഒരു ഇത് പറഞ്ഞ് നിങ്ങളെ കേൾപ്പിക്കുകയാണെന്ന് ദയവ് ചെയ്ത് കരുതരുത്. എൻ്റെ ഒരു സന്തോഷം കൊണ്ട് ഞാനങ്ങ് പറഞ്ഞു പോകുന്നതാണ്. ഒരു 86 മുതലുള്ള കളികൾ ഞാൻ ഇങ്ങനെ കാണുന്നതിൻ്റെ ഒരു ആവേശം കൊണ്ട് പറയുന്നതേ ഉള്ളൂ. പ്രിയമുള്ളവരെ, എൻ്റെ ഒരു നിരീക്ഷണം കൂടെ പറയാതിരിക്കാൻ ഒക്കത്തില്ല. വേൾഡ് കപ്പ് പോലെയുള്ള ഇത്രയും വലിയ ഒരു വേദിയിൽ കളിക്കുമ്പോഴും ഇപ്പോഴും മിക്ക കളിക്കാർക്കും പറ്റുന്ന ഒരു പ്രശ്നം ഓഫ് സൈഡ് ഗുരുക്കിൽ പെട്ടുപോകുന്ന ഒരവസ്ഥയുണ്ട്. എത്ര മിടുക്കന്മാരാണെങ്കിലും ഇപ്പം റഫറിമാർക്ക് പോലും പലപ്പോഴും തെറ്റാറുണ്ട്. വാർ അസിസ്റ്റിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർ പലപ്പോഴും നിഗമനത്തിലെത്തുന്നത്. എങ്കിൽ പോലും വളരെ പ്രതിഭയുള്ള കളിക്കാർ പോലും ചെന്ന് ഈ പറയുന്നത് പോലെ പെട്ടുപോവുകയാണ് ഓഫ് സൈഡ് കുരുക്കിൽ. ഇപ്പോൾ ഒരു ഡിഫൻഡർ അല്ലെങ്കിൽ ഒരു ഫുൾ ബാക്ക് മുമ്പോട്ടൊന്ന് ഓടിക്കയറി നിന്ന് കൊടുത്താലും മതി ഓഫ് സൈഡ് കുരുക്കിൽ എതിരാളി വന്ന് പെട്ടുപോകാൻ. ഏതായാലും അത് കളിക്കാർ നന്നായിട്ട് ശ്രദ്ധിച്ചാൽ പല ഗോളുകളും അയോഗ്യത കൽപ്പിക്കപ്പെട്ട് പോയതിൻ്റെ പശ്ചാത്തലത്തിൽ കൂടെയാണ് ഞാനിത് പറയുന്നത്. ആ ഒരു കാര്യത്തിൽ ഇപ്പം കളിക്കാർ ഇപ്പോൾ എല്ലാവരും കോച്ച് ഒക്കെ ശ്രദ്ധിക്കേണ്ട ഒരവസ്ഥയുണ്ട്. പിന്നെ നന്നായിട്ട് സംഘടിപ്പിക്കപ്പെട്ട ഒരു വേൾഡ് കപ്പാണിത്. എല്ലാം കൊണ്ടും കളിപ്രേമികൾക്ക് വളരെ ആവേശവും മനസ്സിന് ആഹ്ലാദവും പകരുന്ന ഉജ്ജ്വലമായ കുറേ രാത്രികളും പകലുകളുമാണ് കടന്നുപോയത്. നിങ്ങളെ ഏവരെയും പോലെ ഞാനും വലിയ ആവേശത്തിലാണ്, വലിയ സന്തോഷത്തിലാണ്. കപ്പാരടിക്കും എന്നറിയാനുള്ള ഒരു ആവേശത്തിലാണ്. എല്ലാ പ്രിയപ്പെട്ട കളിപ്രേമികൾക്കും പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സുഹൃത്തുക്കൾക്കും ഒന്നാം തരം ഫുട്ബോളിൻ്റെ വശ്യത നിറഞ്ഞ, മാന്ത്രികത നിറഞ്ഞ, സൗന്ദര്യം നിറഞ്ഞ, മനോഹാരിത നിറഞ്ഞ, ഉജ്ജ്വലത നിറഞ്ഞ, എല്ലാവരുടെയും മനസ്സിനെ ഒന്നിപ്പിക്കുന്ന ഈ മഹത്തായ ഫുട്ബോളിൻ്റെ ഉത്സവ ലഹരിയിലേക്ക് എല്ലാവരെയും വീണ്ടും ഞാൻ സ്നേഹാദരങ്ങളോടെ ഞാൻ എൻ്റെ വാക്കുകൾ കൊണ്ടുകൂടി ആശ്ലേഷിക്കുകയാണ്. നിങ്ങളെ ആവേശത്തിൻ്റെ ആ തിരയടിയിലേക്ക് ക്ഷണിക്കുകയാണ്. നമുക്ക് ഇന്നത്തെ കളിയും കഴിഞ്ഞ് ഫൈനലും ഒക്കെ കഴിഞ്ഞിട്ട് മൊത്തത്തിലുള്ള ഒരു വിലയിരുത്തൽ കൂടി നടത്താമെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുവരെ എല്ലാവർക്കും ഫുട്ബോളിൻ്റെ സൗന്ദര്യം നിറഞ്ഞ ഈ ഭൂമികയിലേക്ക്, നല്ല ദിവസങ്ങളിലേക്ക് സ്നേഹ ആദരപൂർവ്വം എൻ്റെ അഭിവാദ്യങ്ങളും സ്നേഹം അർപ്പിച്ചുകൊണ്ട് നിങ്ങളുടെ മോഹൻദാസ്.